നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ റൂബൻ അമോറിമിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സാക്ക് ചെയ്തല്ലോ. ഇപ്പോൾ അടുത്ത അവരുടെ മത്സരത്തിന് ഡാരൻ ഫ്ലെച്ചർ ആയിരിക്കും കെയർടേക്കർ മാനേജറായിട്ടുണ്ടാവുക. എന്നാൽ തനിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരിശീലിപ്പിക്കാൻ താല്പര്യമുണ്ട്. ഈ താല്പര്യം അറിയിച്ചിരിക്കുകയാണ് ഒലെ ഗുണാർ സോൾഷർ. ഈ കാര്യം ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ സ്ഥിരീകരിക്കുന്നുണ്ട്. നമുക്ക് ഫബ്രിസിയോയുടെ റിപ്പോർട്ടിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നത് ഒലെ ഗുണാർ സോൾഷർ ഹാസ് ഷോൺ ഇൻട്രസ്റ്റ് ഇൻ ടേക്കിംഗ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജോബ് ആസ് കെയർടേക്കർ മാനേജർ റിഗാർഡ്ലെസ് ഓഫ് കോൺട്രാക്ട് ലെങ്ത്. എത്ര കാലത്തേക്ക് എന്നില്ല, എത്ര കാലത്തേക്ക് വേണമെങ്കിൽ ഇപ്പം 1 മാസത്തേക്കോ 2 മാസത്തേക്കോ അല്ലെങ്കിൽ സീസൺ അവസാനിക്കുന്നവരെയോ എങ്ങനെയാണെങ്കിലും യുണൈറ്റഡിൻ്റെ കെയർടേക്കർ മാനേജർ ആവാൻ തനിക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് ഒലെ ഗുണാർ സോൾഷർ അറിയിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് ഏതായാലും പുതിയ ഒരു കോച്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ സമയമെടുത്തുകൊണ്ട് അസസ് ചെയ്യുകയാണ് ആരാണ് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത്. ഏതായാലും ഡാരൻ ഫ്ലെച്ചർ വിൽ ബി ഇൻട്രീം മാനേജർ ദിസ് വീക്ക് എന്നുകൂടി ഇപ്പോൾ ഫബ്രിസിയോ വരുന്നു. അത് ഇന്നലെ തന്നെ യുണൈറ്റഡ് തന്നെ പറഞ്ഞതാണ്. തൽക്കാലത്തേക്ക് കാര്യങ്ങൾ ഡാരൻ ഫ്ലെച്ചറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ മുൻ താരങ്ങളാണ്. സോ ഒലെ ഗുണാർ സോൾഷർ വീണ്ടും ടീമിൻ്റെ കോച്ചായിട്ട് എത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇപ്പോൾ ഈ വീക്കിൽ ഇനിയിപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കളിയുള്ളത് ബേൺലിക്കെതിരെയാണ്. ആ കളിക്ക് എന്തായാലും ഡാരൻ ഫ്ലെച്ചർ തന്നെയായിരിക്കും. അതിന് ശേഷം ഒലെ ഗുണാർ സോൾഷർ വീണ്ടും അവരുടെ കോച്ചായിട്ട് എത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഈ കാര്യത്തിൽ പക്ഷേ തീരുമാനം വരേണ്ടത് യുണൈറ്റഡിൻ്റെ ഭാഗത്തു നിന്നാണ്. നമുക്കറിയാമല്ലോ, യുണൈറ്റഡിൻ്റെ സ്ട്രൈക്കറായിട്ട് 1996 മുതൽ 2007 വരെ നീണ്ട കാലം ഒലെ ഗുണാർ സോൾഷർ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ കോച്ചായിട്ട് 2018 മുതൽ 2021 വരെ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം ബെസിക്ടാസിൻ്റെ കോച്ചായിരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.